ഹായ് ഫ്രണ്ട്സ്, തിങ്കളാഴ്ച രാവിലെ എന്നെ പൊന്നൂസിനെ നമ്മൾ എണീപ്പിച്ചിരുത്തിയിട്ടുണ്ട്. ഉറക്കം ശരിക്കും മാറാത്തൊരു ദേഷ്യമാണ് കേട്ടോ പൊന്നൂസിന്. ഇന്നലെ നമ്മൾ ശരിക്കും ഓയിലൊക്കെ ഇട്ട് കുളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫേസിലും ബോഡിയിലൊന്നും അങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് പൊന്നൂസ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ കുറച്ച് ഓയിലൊക്കെ തേച്ച് കുളിപ്പിക്കാമെന്ന് കരുതി കേട്ടോ. പൊന്നൂസിന് ഒട്ടും തന്നെ ഇഷ്ടമല്ല ബോഡിയിലൊക്കെ ഓയിലിടുന്നത്. അതിൻ്റെ ഒരു ദേഷ്യമാണ് ഈ കാണുന്നത്. എന്തായാലും എണീറ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ നേരെ പല്ല് തേപ്പിച്ച് കുളിപ്പിക്കാമെന്ന് കരുതി. കാരണം പല്ല് തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ആൾ പെട്ടെന്ന് ഹാപ്പിയാകും, ഓക്കെ ആകും കേട്ടോ. ദേ ഇപ്പം എണീറ്റ് ഓടിയിട്ടുണ്ട്. അതെന്താ കുളിക്കാൻ വരാത്തേ? അയ്യോ, ഇന്ന് സ്കൂളിൽ ഗ്രീൻ ഡേ അല്ലേ? അങ്ങനെ ദേ കരച്ചിലൊക്കെ മാറ്റി നമ്മൾ കുളിപ്പിച്ചപ്പോൾ ആൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. കുളിക്കണേ മുമ്പ് മാത്രമാണ് മടി. പിന്നെ നമ്മൾ കൈയോടെ പുട്ടും കടലയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഗ്രീൻ ഡേ ആയതുകൊണ്ട് യൂണിഫോം ഇടണ്ട, ഗ്രീൻ കളർ ഡ്രസ്സാണ് കേട്ടോ ഇടണ്ടേ. അങ്ങനെ ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഉടുപ്പൊക്കെ ഇട്ട് പൊന്നൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമയം 8:45 കേട്ടോ. 9 മണിയാകുമ്പോഴാണ് നമ്മുടെ വണ്ടി വരുന്നത്. ഉടുപ്പ് ഇത്തിരി ചെറുതാണ്, 2 കൊല്ലം മുമ്പേയുള്ള ഉടുപ്പാണ്. എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിട്ടോ പൊന്നൂസ് ഇട്ടിട്ട്. ഇപ്പം നമ്മൾ സാധാരണ മുടിയൊക്കെ 2 സൈഡ് കെട്ടി പിന്നിട്ടൊക്കെ കെട്ടാറുണ്ട്. ഇന്നാണെങ്കിൽ ഒട്ടും തന്നെ സമയമില്ല. അതുകൊണ്ട് നമ്മൾ 2 സൈഡ് ജസ്റ്റ് ബുഷ് മാത്രമാണ് കേട്ടോ ഇട്ട്. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പൊന്നൂസ് അവിടെ കിടന്ന് ബഹളം വെക്കുന്ന ഒച്ചയാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ കേൾക്കുന്നത്. ഗ്രീൻ ഡേ സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്നാക്സ് ആയിട്ട് ഗ്രീൻ ആപ്പിളാണ് കൊടുത്തു വിട്ടത്. ലഞ്ച് നമ്മൾ ചോറും മുട്ട വറുത്തതും വെണ്ടക്ക ഫ്രൈയും ആണ് കേട്ടോ കൊടുത്തു വിട്ടത്. പിന്നെ നമ്മൾക്കത് അതിൻ്റെ ഇടയിൽ നമ്മൾ യെല്ലോ വളയൊക്കെ ഊരി പച്ച വളയൊക്കെ ഇട്ടിട്ടുണ്ട്. വേഗം പൗഡർ ഇട്ടു. പുട്ടും കടലയും കഴിച്ചപ്പോഴേക്കും നമ്മുടെ ചായ ചൂടായിരുന്നു. അങ്ങനെ ചായയൊക്കെ ആറ്റി കൊടുത്തു. പൊന്നൂസ് സ്കൂളിൽ പോയിട്ടുണ്ട്. അങ്ങനെ ദേ വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് 2:30 ആയപ്പോൾ പൊന്നൂസ് സ്കൂളിൽ നിന്ന് വന്നു കേട്ടോ. അതെ, ക്ലാസ് ഇല്ല നാളെ. പിള്ളേര് പറഞ്ഞോ നാളെ ഹോളിഡേ ആണെന്ന്? ഇന്ന് സ്കൂളിൽ ഗ്രീൻ ഡേ സെലിബ്രേഷൻ മാത്രമായിരുന്നില്ല, രക്ഷാബന്ധൻ്റെ സെലിബ്രേഷനല്ല, രക്ഷാബന്ധൻ ആയതുകൊണ്ട് തന്നെ ഇവർ ഫ്രണ്ട്സൊക്കെ സ്കൂളിൽ ബാൻഡൊക്കെ കെട്ടിക്കൊടുത്തിട്ടോ. പൊന്നൂസിന് ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതെന്താണെന്ന് പോലും പൊന്നൂസിന് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ പൊന്നൂസ് ദേ എനിക്ക് എൻ്റെ ഫ്രണ്ടാണ് കെട്ടിത്തന്നതെന്നൊക്കെ പറഞ്ഞുള്ള വിശേഷമൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇതെന്തിനാ ഇത് രക്ഷാബന്ധൻ? അതെ, ഫാദറിന്റെ മദറിന്റെ ബ്രദറിന്റെ സിസ്റ്ററും കെട്ടി കൊടുക്കുമ്പോ ഞാൻ ഫാദറും മദറും ബ്രദറും സിസ്റ്ററും ഇട്ട് കൊടുത്തു. എന്റെ സ്കൂളിലെ ഫാദറും മദറും ബ്രദറും സിസ്റ്ററും വന്നു. ഞാൻ അപ്പൊ ഇത് കെട്ടിക്കൊടുത്തു. അങ്ങനെ രക്ഷാബന്ധൻ്റെ വിശേഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുടിയൊക്കെ കെട്ടി സെറ്റാക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇനി ചായ കൊടുക്കും. പിന്നെ ഇവർ 2:30 വരുന്നത്, ലഞ്ച് കഴിച്ചിട്ട് വരുന്നത് കൊണ്ട് ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാനുള്ള വിശപ്പ് ഉണ്ടാവില്ല. അപ്പോൾ വീണ്ടും ചെറിയൊരു സ്നാക്സാണ് കേട്ടോ കൊടുക്കുന്നത്. പൊന്നൂസിന് അപ്പം മിസ് വീഡിയോ അയച്ചു തന്നു ടാനിയൊക്കെ കെട്ടിപ്പിടിക്കണത്. പൊന്നൂസ് ഏതോ കൊച്ചിനെ കെട്ടിപ്പിടിച്ച വീഡിയോ അയച്ചു തന്നു. എന്നോട് പറയുക, ഞാൻ അടിപൊളിയായിട്ട് പേര് പറഞ്ഞു തരും. അതാണ് കേട്ടോ. പൂക്കളിലാതിരുമുലത്തിക്കാത്തിരിക്കുന്നു, പൊന്നൂസ് കുറേ നേരമായിട്ടോ ഒരു പാട്ടൊക്കെ പാടുന്നേ, ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.